പൗരത്വ നിയമ ഭേദഗതി വിരുദ്ധ പ്രക്ഷോഭം കടുക്കുകയാണ്. തലശ്ശേരിയിൽ വടകരയിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ നൈറ്റ് മാർച്ചിൽ ആർത്തിരമ്പി ജനക്കൂട്ടം. ഇത് ഒരു മതത്തിന്റെ പ്രശ്നമല്ല, ഇത് ഈ രാജ്യത്തിന്റെ ഐക്യത്തിന്റെ പ്രശ്നമാണെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. നരേന്ദ്രമോദിയും അമിത്ഷായും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കൊണ്ടുവരുന്ന ഈ അജണ്ടയ്ക്ക് രാജ്യത്തെ വിഭജിക്കുക എന്നതിനപ്പുറം ഒരു ലക്ഷ്യങ്ങളുമില്ലെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു. തലശ്ശേരി ടൗൺ ഹാൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ നൈറ്റ് മാർച്ചിൽ പതിനായിരങ്ങളാണ് അണിനിരുന്നത്. കണ്ണൂർ ഡി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ പാറക്കൽ അബ്ദുള്ള, KPC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ജയന്ത് എന്നിവർ സംയുക്തമായി ഷാഫി പറമ്പിലിന് ദീപശിഖ കൈമാറിയതോടെ മാർച്ചിന് തുടക്കമായി. യുവജനങ്ങളുടെ ആവേശകരമായ മുദ്രാവാക്യം വിളിയുടെ അകമ്പടിയോടെ ഷാഫി പറമ്പിലും നേതാക്കളും നഗരം ചുറ്റി. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മാർച്ച് സമാപിച്ചു. ഈ നാട്ടിലെ ജനങ്ങളെ കീറിമുറിച്ച് കമ്പാർട്ട്മെന്റിലാക്കി അവരെ ജാതിയുടെയും മതത്തിന്റെ പേരിൽ വിവരിച്ച് രാജ്യം ഒരിക്കൽ കൂടി ഭരിക്കാമെന്നാണ് സംഘപരിവാർ ആഗ്രഹിക്കുന്ന ഷാഫി പറമ്പിൽ പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ആക്കി മാറ്റണമെന്നാണ് അവരുടെ ഉദ്ദേശം. ഇത് ഒരു മതത്തിന്റെ പ്രശ്നമല്ല, ഇത് രാജ്യത്തിന്റെ ഭരണഘടന പ്രശ്നമാണ്, ഇത് രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഈ നാട്ടിലെ ജനങ്ങളെ കീറിമുറിച്ച് കമ്പാർട്ട്മെന്റുകളാക്കി അവരെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വിഭജിച്ച് അതിന്റെ വിളവെടുപ്പുകൾക്കിടയിൽ നിന്ന് രാജ്യം ഒരിക്കൽ കൂടി ഭരിക്കാമെന്ന് ആഗ്രഹിക്കുന്ന സംഘപരിവാർ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ നാട്ടിലെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും ഒരുമിച്ച് ചേർന്ന് പറയുന്നു, ഞങ്ങളെ തമ്മിലടുപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന ഉറച്ച ശബ്ദമായി ഇത് മാറേണ്ടതാണ്. കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ഇന്ത്യയെ കീറിമുറിക്കാൻ അനുവദിക്കില്ല. നരേന്ദ്രമോദിയും അമിത്ഷായും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കൊണ്ടുവരുന്ന ഈ അജണ്ടയ്ക്ക് രാജ്യത്തെ വിഭജിക്കുന്നതിനപ്പുറം ഒരു ലക്ഷ്യങ്ങളുമില്ല. ഇതെല്ലാം അവസാനിപ്പിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. രാജ്യത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു മതേതര ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിന് വടകരയിൽ നിന്ന് ജനപ്രതിനിധി ഉണ്ടാകണം. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഭരണം അവസാനിപ്പിക്കാതെ ഈ വിഭാഗത്തിൽ മാറ്റം ഉണ്ടാകില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ദനിത് ലാൽ എസ് നമ്പ്യാർ, ജയ് ഹിന്ദ് ന്യൂസ്, കണ്ണൂർ.